നീ അതെ ഇതെല്ലാം നിനക്ക് പൂർണ്ണമായിട്ട് അറിയാം. എന്നിട്ടൊന്തിനാടാ നിന്നെ എങ്ങനെയാടാ മാനിപ്പുലേഷൻ ചെയ്യാ? എന്റെ കേസ് നിങ്ങളൊന്ന് മനസ്സിലാക്കടാ. അതായത് ഈ നിയാദ് എന്ന് പറയുന്ന 1 മില്യൺ ഫോളോവേഴ്സ് യൂട്യൂബിലും വർഷങ്ങളായിട്ട് സ്ട്രീം ചെയ്തതും ചോര ഇപ്പം തരാം. രമേശ് സാറെ ഇത് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ എങ്ങനെയായാലും ഇത് മാനിപ്പുലേഷൻ ചെയ്യും. പൈസ കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ഇതെല്ലാം മാറ്റാൻ പറ്റും. രമേശ് സാറെ നിങ്ങൾ ഇതിൽ ഏറ്റെടുക്കണം. കാരണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങൾ സാർ കണ്ടല്ലേ, തൊപ്പി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ അനവധി ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെ ആ ഒരു നിരന്തരമായിട്ടുള്ള ഇടപെടൽ മൂലം, നിന്റെയൊക്കെ ഇടപെടൽ മൂലം ജാസി 8ന്റെ പണി കിട്ടിയല്ലോടാ. കഞ്ചാവ് സൂക്ഷിച്ചത് പ്രചരിപ്പിച്ചു. യൂട്യൂബർ തൊപ്പിക്കെതിരായ പരാതി അന്വേഷിച്ച് നടപടിയെടുക്കും. രമേശ് ചെന്നിത്തല 24നോട്. എന്തുവാടേ ഇത്? ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത്? കൊച്ചു കേരളത്തിൽ എന്താ പൊന്നെ, ഇതൊന്നല്ല, ഇതിന്റെ അപ്പുറം നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? എന്റെ തൊപ്പി മോനെ, നീയും കണക്കാ, നിന്റെ കൂടെ ഒക്കെ കണക്കാന്നുള്ളതാ. മുന്നേ എന്തോ കൈവശം വെച്ചിട്ട് പിടിച്ചില്ലേ? ഇപ്പൊ ഓരോന്നോരോന്നായി കൃത്യമായിട്ട് പുറത്തു വരുന്നില്ലേ? സപ്പോർട്ട് ചെയ്യാൻ കുറെ കൂവാണങ്ങൾ പിന്നാലെ നടക്കുന്നുണ്ട്. വാർത്തയുടെ ഒരു ഭാഗം ഒന്ന് കേൾക്കാം. യൂട്യൂബർ തൊപ്പിക്കെതിരായ പരാതിയിൽ അന്വേഷണം തുടങ്ങിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേരത്തെ അശ്ലീല പ്രദർശനവും സ്ത്രീവിരുദ്ധതയും നടത്തുന്നുവെന്ന പരാതിയിൽ തൊപ്പി എന്ന നിഹാദിനെതിരെ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. കുറച്ച് മുൻപാണത്. ഇന്ന് രാവിലെ ചെയ്ത വീഡിയോയില്ലേ, ഇന്നലെ രാത്രിയാണ് അത് ഓർഡർ ഇട്ടത്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ആ വീഡിയോ ചെയ്തത്. ഇപ്പൊ അതാ ആഭ്യന്തര വകുപ്പ് നേരിട്ട് ഇടപെട്ടാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരിട്ട് പറയാണ്, ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നാട്ടുകാർ മുഴുവൻ ഇടപെടണം എന്ന് പറയുന്നത്. ഒരാൾ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ പേരും വിവരങ്ങളൊന്നും പുറത്തു വിടില്ല. പണ്ട് ആൾക്കാർക്ക് പേടി തരുന്നു. അതുകൊണ്ട് ഇപ്പൊ എത്ര എണ്ണത്തിനാണ് തൂക്കിയിട്ടുള്ളത്. സംഭവം അടിപൊളിയായിട്ടുണ്ടല്ലേ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കേട്ടാ, ഈ തൊപ്പിയും ഗ്യാങ്ങും വിചാരിച്ചത് ഒരിക്കലും പോലീസ് ഇടപെടൽ നടത്തൂല. ഇത് എന്നും ഒരു കാണിച്ചു കൂട്ടുന്ന കോപ്രായത്തങ്ങൾ പോലെ അവസാനിക്കുന്നുള്ളതാ. പക്ഷെ കിട്ടി, നല്ല 8ന്റെ പണി കിട്ടി. സമീറിന് ഒരു സങ്കടം ഉണ്ട്. സമീറിന്റെ സങ്കടം ഒന്ന് കേൾക്കാം. ന്യൂസ് എല്ലാം വരും. അതിപ്പോ മിക്കവാറും നാളെ മറ്റന്നാള് ജയിലിലാവും, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് വണ്ടി അടിച്ചോ ഇതായിരിക്കും, അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് പൈസയും ഇതുള്ള ആൾക്കാരെ, അവരെ തെറ്റുകളെല്ലാം നമ്മൾ കണ്ടില്ലാന്ന് അടിക്കണം. അവരെ കുറ്റങ്ങളെല്ലാം നമ്മൾ സഹിക്കണം. അവരെ അടിച്ചാലോ ചോട്ടിയാലോ നമ്മൾ അബ്യൂസ് ചെയ്താലോ നമ്മൾ സഹിക്കണം. മനസ്സിലായോ? അതാണ് സിസ്റ്റം. അതാണ് കേരളം. അതാണ് കേരളത്തിലെ ജനങ്ങൾ. മനസ്സിലായോ? അപ്പൊ ബയ്യണ്ട, നാളെ രാവിലെ പോലീസ് പൊക്കിക്കോളും. ബയ്യാനൊന്നുമില്ല. പോയിട്ട് ബ്ലഡ് ടെസ്റ്റും മറ്റുള്ള ടെസ്റ്റും ഒക്കെ ആയിട്ട് അങ്ങ് തീരുമാനമാക്കിക്കോളും എന്നുള്ളതാണ്. എടാ, നീയൊക്കെ കാണിച്ചു കൂട്ടി എന്തൊക്കെയാന്ന് വിചാരം. ഒരു പെണ്ണിനെ വഴി വെച്ച് പിടിച്ചിട്ടുള്ള ഒരു വീഡിയോ കണ്ടില്ലേ? ഞാനതിൽ ഇടുന്നില്ല. എന്ത് ഊളത്തര കാണിച്ചിട്ടുള്ളത്. ലക്ഷദ്വീപുകാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സാധനം അവിടെ കേൾപ്പിച്ചു തരാം. അത് നിങ്ങൾ എന്തായാലും കേൾക്കണം കേട്ടോ. ലക്ഷദ്വീപുകാർക്ക് വേണ്ടി മാത്രമുള്ളതാണേ. ഇവൻ അമ്മാതിരി കൂതറകളാന്നുള്ളതാണ്. പൈസ ഉള്ളവരെ കാര്യങ്ങൾ തേച്ച് മായ്ക്കും. എടാ, നിന്നെ കൊണ്ടൊക്കെ ഈ ലോകത്തിന് ഇതിൽ ഗുണണ്ട, ആർക്കെങ്കിലും ഗുണണ്ട? അമ്മാതിരി ഊളത്തരല്ലേ കാണിച്ചിരുന്നേ. ഞാനിവരെ ഇടയ്ക്ക് ചാരിറ്റിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കേട്ട വിചാരിച്ചു ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതും ഫേക്കായിരുന്നു അത്രേ. തൊപ്പി അതും ചാരിറ്റി ചെയ്യാറില്ല എന്നുള്ളത് പൈസ അടിക്കാൻ വേണ്ടിയുള്ള കളികൾ കളിച്ചിരുന്ന പറയുന്നത്. എന്തായാലും കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടിയല്ലോ. ഇതാണ് ജന്മന കുറെ എണ്ണം കൂതറകളാവും പറഞ്ഞ ശരിയാ, കറക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. എടാ, എന്താടാ ഗൾഫിലൊക്കെ ജോലി ചെയ്തിരുന്നില്ലടാ നീ? എന്തുണ്ടക്കാടാ വെറുതെ ഇവിടെ വന്നിട്ട് ഇമ്മാതിരി കൂടത്തിരക്ക് കാണിച്ച് അതിൽ കൂട്ടുകൂടിയത്? എന്തായാലും കിട്ടിയില്ലേ? ഇനി ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടാ. അതായത് 2 പെൺകുട്ടികൾ, ലക്ഷദ്വീപിലുള്ള പെൺകുട്ടികൾ ഇവരെ പരിചയപ്പെടാൻ വന്നിട്ട് ഉണ്ടായ ഒരു ഊളത്തര. ഫോട്ടോ എടുക്കാൻ വരും. അപ്പൊ അങ്ങനെ നമ്മള് മറ്റേ ക്യൂൻസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവന്റെ ബ്ലാക്ക് ഫോർച്യൂണറിൽ ഞാന്, നിയാദ്, റാംബോ, പിന്നെ ഫാസിൽ പാച്ചു ആണോ ഒസാക്കിയാണോന്ന് അറിയില്ല, വേറൊരാളും കൂടി ഉണ്ട്. നമ്മളെല്ലാരും കൂടി പ്രൂഫ് ഇടാ, ഇതിന്റെ അപ്പുറത്തോട്ടുള്ള പ്രൂഫ് എല്ലാം ഉണ്ടാ, വെയിറ്റ് അതെല്ലാം കാണിച്ചിട്ട് ഇതെല്ലാം വിശ്വസിച്ചാൽ മതി. എന്നിട്ട് ഇതെല്ലാം മോനോടി എടുത്ത് കാണാം. അപ്പൊ മോനിലെ വിശ്വാസം വരും. അങ്ങനെ നമ്മൾ ക്യൂൻസ് വരെ പോയി. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അവിടെ നമ്മൾ വണ്ടി കാണുമ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ പറ്റും. അങ്ങനെ 2 പെമ്പിള്ളേര് വന്നു. ലക്ഷദ്വീപിലുള്ള പെണ്ണ്. ഒന്നിന് 18 ആയില്ല, ഒന്നിന് 19 എന്തോ വയസ്സാ. ഒന്ന് കാണാൻ കുറച്ച് എന്താ പറയാ ചെറുതാ. ഈ പറഞ്ഞ പോലെ 18 ആകത്തോണ്ടുള്ള അതിന്റെ ഇതും വെളുത്ത് അങ്ങനെയാണ്. അപ്പൊ 2 ഗേൾസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാൻ വന്നു. അപ്പൊ ഇവൻ പറഞ്ഞു പ്രൂഫ് ഇതെല്ലാം ഞാൻ എങ്ങനെയാടാ പ്രൂഫ് എടുക്കാം? ഈ പറഞ്ഞ ഇതിപ്പോ ഓൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് കേൾക്കാലോ. ആണെന്ന് ഉറപ്പാ. എന്നാ നീ കാണിക്ക്, എന്നാ നീ ഇത് തെളിയിക്ക്. ഞാൻ ഈ പരിപാടി നിർത്തി ഞാൻ പോകുന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ അല്ലാണ്ട് വെറുതെ വർത്താനം പറഞ്ഞിട്ട് പോകാൻ വന്നല്ല. ഈ പറഞ്ഞ പോലെ അങ്ങനെ ആ പെമ്പിള്ളേരെയും കൂട്ടി നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് നമ്മള് പെട്രോൾ പമ്പിന്റെ അടുത്തേക്ക് പോയി. പെട്രോൾ പമ്പിന്റെ അടുത്തുനിന്ന് ഇവൻ പറഞ്ഞു അങ്ങോട്ടേക്ക് അവിടുന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. പമ്പിന്റെ അടുത്ത് പോയി. പമ്പിന്റെ അടുത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇവൻ ഇൻസ്റ്റാ ഐ ഡി വാങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് മെസ്സേജ് അയച്ചു, ഇതാക്കി. ഒരു പെണ്ണിനെ ഞാനും എടുക്കാം, ഒരു പെണ്ണിനെ ഓനും എടുക്കാം. ഞാൻ പുണ്യാണെന്നല്ല, ഉള്ള കാര്യം പറയാലോ.
ഒരു പെണ്ണിനെ ഞാൻ എടുക്കാന്ന്, ഒരു പെണ്ണിനെ എടുക്കാന്ന് വെച്ചാൽ സെറ്റ് ആക്കാന്നുള്ളത്, പ്രണയിക്കാന്നുള്ള രീതിയിൽ. പക്ഷെ ഇവൻ പ്രണയം നടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഇവന്റെ പരിപാടി ചെയ്യുമ്പോൾ പോകുന്ന ആളാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനെ ആക്കി. ആ ടൈം നമുക്ക് റിലേഷൻ ഉണ്ട് കേട്ടോ, അത് ഞാൻ ഇതാക്കുന്നൊന്നല്ല, ഞാൻ എന്നെ ന്യായീകരിച്ച് വലിയ ഇതാക്കുന്നതല്ല. അങ്ങനെ ഒരു തെറ്റ് എന്റെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുണ്ട്. പക്ഷെ ഞാൻ സെക്സ്വലി ഞാൻ ഒന്നും ചെയ്തില്ല, അത് ഞാൻ ഉറപ്പ് വരാം. അങ്ങനെ ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് വളച്ചു. അവരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഈ പറഞ്ഞ പോലെ അവര് ഇതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇവൻ ഈ പറഞ്ഞ പോലെ അന്ന് രാത്രി നമ്മളിത് യൂസ് ചെയ്തു. നീക്ക തനി മറ്റോനാടാ, തനി മറ്റോൻ. കുട്ടികളെ വളച്ചെടുത്ത് ഊളത്തരം കാണിക്കാൻ ഉപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോ ലക്ഷദ്വീപിലുള്ള 2 കുട്ടികളെ യൂസ് ചെയ്തെന്നാ പറയുന്നത്. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ഒന്നിനും പുറത്ത് വിടത്തെ. എന്റെ പൊന്ന് ആഭ്യന്തര വകുപ്പിനോട് പറയാം, ലോക്കേനെ പിടിച്ച് അകത്തിട്. ലഹരി, പെണ്ണ്, പ്രായപൂർത്തിയാവാത്തവര്, ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അടുത്ത ക്ലിപ്പ് ഈ ലഹരി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അടുത്ത കാര്യം, ഇവൻ മെത്ത് എന്ന് പറഞ്ഞ സാധനം അറിയാലോ. ഇവനല്ല പറഞ്ഞു ഞാൻ ഡ്രഗ് അടിച്ചത്. ഇവൻ ഡ്രഗ് യൂസ് ചെയ്തതിന്റെ സാധനമാണ് എത്ര പേർക്ക് ഇവിടെ അറിയാമെന്നൊക്കെ അറിയില്ല. ഡ്രഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കല്ല് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഈ മെത്ത് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വായിൽ എന്തെങ്കിലും ചവച്ചുകൊണ്ട് നിൽക്കണം. അത് അറിയാലോ. ഇങ്ങനെ എന്തെങ്കിലും ചവച്ചുകൊണ്ട് നിൽക്കും, ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കും, ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം നിൽക്ക്, ഇങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട്. ഇതിങ്ങനെ കടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. ഇത് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം മനസ്സിലായി. ഇതൊന്നൊന്നുമല്ല, എനിക്കറിയാം, ഇതൊന്നൊന്നുമല്ല. കുറെ ആൾക്കാർ കമന്റ് ബോക്സിൽ ഇടുന്ന ഒരു കാര്യം എന്താ അറിയോ, അങ്ങനെ കടിക്കുന്ന പരിപാടിയൊന്നും ഇല്ല, വളരെ വിശദീകരിക്കുന്നൊക്കെ ഉണ്ടാ ചില ആൾക്കാർ. ഇവരുടെ വീഡിയോയുടെ അടിയിൽ കമന്റ് ബോക്സ് ചെറിയ പിള്ളേരാണ് വിശദീകരിക്കുന്നത് എന്നുള്ളതാണ്. എടാ ഇവരൊക്കെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറടാ ഭൂലോക ഫ്രോഡുകള്. പൈസ അങ്ങനെ കുമിഞ്ഞുകൂടെ, ഇവന്റെ കയ്യിലൊന്നും ഇല്ല തോന്നുന്നു, ഒക്കെ തൊപ്പിയുടെ കയ്യിലല്ല കിടക്കുന്നത്. എന്തായാലും പിടിച്ച് കൊണ്ടിടണം, ഇടാതിരിക്കാൻ കഴിയില്ല. കൊച്ചു കുട്ടികൾ, അന്നേ നമ്മൾ പറയുന്നത് കൊച്ചു കുട്ടികളെ പോലും വെടക്കാക്കുകയാണ് ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന കുട്ടികളാണെന്നുള്ളതാണ്. ഇനി വേറൊരു പെൺകുട്ടി, ഞാൻ ഇവരെ ഇടയ്ക്ക് ഓരോ വീഡിയോയിലൊക്കെ കാണാറുണ്ട്. ഇവര് മമ്മൂരെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്, ഒന്ന് കേട്ടോ. മമ്മു ഈ തൊപ്പിക്ക് ചെയ്ത് കൊടുക്കുന്നത് കണ്ടു, എൻ്റെ അടുത്ത് പറഞ്ഞു. തൊപ്പിന്റെ സ്ട്രീമിൽ തൊപ്പി പറയുന്നുണ്ടായിരുന്നു ഷമീറിന് മമ്മു കൊടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. പക്ഷെ ആ പുള്ളിക്കാരെ കാണിക്കുന്നില്ല. പക്ഷെ ഒരു വേറൊരു വീഡിയോയിൽ ഇതുപോലെ അവൻ ഇവന്റെ സാധനം വെച്ചിട്ട് കിടക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ പലരും വിചാരിച്ചു ഇത് സ്ക്രിപ്റ്റഡ് ആണ്. പലർക്കും അടുത്ത പോർച്ചിലോടി അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ടോക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു 1 ഇയർ മുന്നേ എൻ്റെ അടുത്ത് ഒരാളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോൾ അതൊരു റിയൽ ആണോ സത്യമാണോ എന്ന് അറിയാൻ വയ്യ. ബട്ട് സ്റ്റിൽ ഞാനിതിവിടെ പറയാണ്. അതായത് അവിടെ MRS ഗാങ്ങിൽ നിന്ന ഒരാൾ തന്നെയാണ് എന്നോട് ഇത് പറഞ്ഞത്. അതായത് രാത്രി ടൈമിൽ അവർ ഡോർ ചാരി ഇട്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് മമ്മു ഈ തൊപ്പിക്ക് ഇത് കൊടുക്കുന്നത് കണ്ടു, എൻ്റെ അടുത്ത് പറഞ്ഞു. കണ്ടു എന്ന് ആ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു. അതായത് അവിടെ നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഞാൻ ആ ടൈമിൽ കേട്ടപ്പോൾ ഐ വാസ് സോ ഷോക്ക്ഡ്. എനിക്ക് കാരണം ഞങ്ങൾക്ക് ഇത് കേട്ടപ്പോഴും ഷോക്ക് ആയത്. നിങ്ങളോട് ഒരാള് ഇത് പറഞ്ഞു, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പെൺകുട്ടിയോട് ഒരാള് ഇങ്ങനെ വന്നിട്ട് അവരങ്ങനെ ചെയ്യുന്നത് കണ്ടു എന്നൊരാൾ വന്ന് പറയാനും മാത്രം എന്തായിരിക്കും ആ സ്വാതന്ത്ര്യം എന്ന് നമുക്ക് പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. പൊളി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഞാനത് വിട്ട് കളഞ്ഞൊരു സംഭവമാണ്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നിയതിൽ എവിടേക്കോ ഒരു സത്യം ഉണ്ടെന്ന്. ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്കും തോന്നുന്നില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഇവ എല്ലാവരുടെ ഓടക്കൊഴി എടുത്ത് വായിലിട്ടുകൊണ്ട് നടക്കേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ വിലയിക്കുന്നത്. ഇവന്മാരെല്ലാം ശരിക്കും ആരായിരുന്നു? അപ്പം നമ്മൾ ഇത്ര ലൈവാണ് കണ്ടുകൊണ്ടിരുന്നത്. നമ്മളല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ ഓരോ കോൺട്രവേഴ്സികൾ വരുന്ന സമയത്ത് അത് പോയി കണ്ടിട്ട് അത് മനസ്സിലാക്കാറ്. നമ്മളെ കണത്തി കൂട്ടല്ലേ, 2K കിഡ്സിൽ നമ്മളെ പെടുത്തല്ലേ. എപ്സ്റ്റീൻ ഫയൽസിനെക്കാളും കഷ്ടമാണ് തൊപ്പി ഫയൽസ്. നീ എന്തൊക്കെ കാണാൻ കിടക്കുന്നു. നീ വേണമെങ്കിൽ മമ്മു പ്രഗ്നന്റും ആവും, പറയാൻ പറ്റില്ല. ഇനി ഇപ്പൊ നടക്കുന്ന എല്ലാം സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ പോലും എല്ലാം വട്ടത്തിലും ത്രികോണത്തിലും കുനിഞ്ഞു കിടന്നു ഇരുന്നൊക്കെ മുഞ്ചിട്ടുണ്ട്. എല്ലാത്തിനും ഇപ്പൊ പൊക്കി കൊണ്ടുപോകും. ശരി എന്നാ. എന്ത് സംഭവം എനിക്ക് പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. ഇവരൊക്കെ ആരടാ? ഞാനേ ഇപ്പൊ ദുപ്പിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും സെർച്ച് ചെയ്തപ്പോൾ ആദ്യം വന്ന വീഡിയോ ഇതാണ്. ഇതെന്ത് സംഭവം ഒന്ന് കണ്ടോക്കെ വിചാരിച്ചു. അതിന്റെ ഇടയിലാണ് ഒരാള് സ്വയംഭോഗം ചെയ്യുന്ന സാധനത്തെ കുറിച്ചിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പറയുന്നു. കാലം മാറി നമ്മളറിഞ്ഞില്ല. അപ്പ എന്താ ചെയ്യാ. ഏതൊരു ഡോക്ടറേറ്റ് ദിവസം കൊണ്ട് ഇൻഫ്ലൂ ആണമായത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ. അതായത് അവർക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കുന്ന ഡെഡ് ബോഡീസ് ഇല്ലേ, ആ ഡെഡ് ബോഡിയെ കുറിച്ചിട്ട് പറയുന്ന കുറച്ച് സാധനങ്ങളാണ്. അതായത് മരിച്ചു കിടക്കുന്ന ആളുകളുടെ
ലൈംഗിക അവയവത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ചെറുതും വലുതും അതും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. കാലം മാറി, നമ്മളിതൊക്കെ തമാശയായിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയും. തൊപ്പിയും തൊപ്പിയുടെ ഗ്യാങ്ങും ജയിലിലാണോ കിടക്കേണ്ടത്, പുറത്താണോ കിടക്കേണ്ടത്? വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.